ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമ്യ സുമേഷ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി നൂഡിൽസുമായിട്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമ്മൾ അമ്മമാർ പൊതുവെ കുട്ടികൾ ഈവനിങ് ക്ലാസ്സും കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനൊക്കെ അല്ലേ ആഗ്രഹിക്കുക. അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും. ഇന്നെൻ്റെ ഇച്ചൂട്ടിന് ഞാനൊരു ഹെൽത്തി നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ച് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക. അതിലേക്ക് ഒരിത്തിരി ഉപ്പ്, എല്ലാത്തിലും നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആദ്യം തന്നെ ഈ വെള്ളത്തിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് മാത്രമേ ചേർക്കണ്ടൂ. അതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി വെള്ളം നന്നായി തിളക്കട്ടെ. നമുക്കപ്പോഴേക്ക് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ്സിലാണ് അതിൻ്റെ അളവ്. അത് ഈ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്, പിന്നെ ഒരു സ്പൂണ് ഓയിൽ കൂടെ. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. 1 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കുക. ഞാൻ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇത് മാവ് കുഴച്ചിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഞാൻ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നൂൽപുട്ടിൻ്റെ അച്ചാണ് കേട്ടോ. ഞാൻ ചെറിയ ഹോളിൽ അച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കയ്യിൽ ഇത്തിരി ഓയിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിച്ചെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം ഇപ്പം നന്നായി തളിച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ ഓയിൽ ആഡ് ചെയ്തത് സ്ട്രിങ്സ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് 1 മിനിറ്റൊക്കെ മതി ഇത് കുക്കാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച മാവായതുകൊണ്ടോ ഞാൻ അധികം മസിലൊന്നും പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ നൂഡിൽസ് ആയി കിട്ടുന്നത്. നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് ഒരു 1 മിനിറ്റൊക്കെ മതി ഇത് കുക്കാവാൻ വേണ്ടി. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ ചെറിയ അച്ച് വെച്ച് ചെയ്തതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് കുക്കായി കിട്ടിയത്. ഒരു 1 മിനിറ്റ് കൊണ്ടൊക്കെ എടുക്കാൻ പറ്റിയത്. വലിയ അച്ചാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്യേണ്ടി വരും. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. തണുത്ത വെള്ളം ഒഴിക്കുന്നത് സ്റ്റിക്കി ആയി പോകാണ്ടിരിക്കാനും അത് നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒന്നും റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും അല്ല കേട്ടോ. ഇത് എൻ്റെ ഇഷാനെ കഴിപ്പിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ വന്നതുപോലെ കട്ട് ചെയ്തതാണ്. അവൻ കഴിക്കണമെങ്കിൽ, എടുത്ത് കളയാണ്ട് കഴിക്കണമെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിയണം. അതാകുമ്പം ഇത്തിരി പണിയാണല്ലോ. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പും അതുപോലെ സോയ സോസ്, ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇഷാൻ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തത്. നോർമലി റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ ആണെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുമ്പോൾ നല്ല വലിയ രീതിയിലായിരിക്കില്ല അവർ കട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അവൻ കഴിക്കണം, അല്ല അവനതിൻ്റെ അകത്ത് എടുത്ത് കളയരുത് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തത്. ഇത്തിരി പണിയാണെങ്കിലും അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ചിക്കൻ അങ്ങനെ ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം ഓയിലിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും, വേറെ ഒന്നും ചേർക്കുന്നില്ല, ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നമുക്കതും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം. ഫ്രൈ ചെയ്ത് നമുക്ക് എടുത്ത് വെക്കാം. അതേ സെയിം പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച്, ഓയിൽ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി, ചെറുതായി അരിഞ്ഞ ഉള്ളി തന്നെയാണ് കേട്ടോ. ഉള്ളി ഒന്ന് ചെറിയ രീതിയിൽ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും അതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നൂഡിൽസിന് നോർമലി വെജിറ്റബിൾസ് ഒന്നും അധികം കുക്കാവാറില്ലല്ലോ. അപ്പോൾ ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിതിൽ ചേർക്കുന്ന ഉപ്പായാലും എരിവായാലും ഇതൊക്കെ ഇഷാൻ്റെ ടേസ്റ്റിനുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റാത്തത്. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ മക്കളുടെ ടേസ്റ്റിനനുസരിച്ചല്ലേ ഉണ്ടാക്കുക. അവരത് ടേസ്റ്റോടെ കഴിക്കുന്നത് കാണുമ്പോൾ ഒക്കെ അല്ലേ നമുക്കൊരു സന്തോഷം.
സോ ഞാനിത് ഉണ്ടാക്കുന്നത് ഈശാന് വേണ്ടി ആയതുകൊണ്ട് തന്നെ അവൻ്റെ ടേസ്റ്റിനനുസരിച്ചാണ് എരിവൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ടൊരു പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഞാനിതിലേക്ക് 2 മുളക് കൂടി ചേർത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ് 2 പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തിരി എരിവ് വേണം, എന്നാലോട്ട് കൂടാനും പാടില്ല. അതിലേക്ക് ഇത്തിരി ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് സോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു ഹാഫ് തക്കാളിയാണ്. ജസ്റ്റ് ഇതൊക്കെ ഒരു അലങ്കാര പണിയാണ് കേട്ടോ. നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആദ്യം നമ്മളെ കണ്ണിൽ കണ്ട് ഇഷ്ടപ്പെടണമല്ലോ, എന്നാലല്ലേ ടേസ്റ്റ് കൂടെ തോന്നുള്ളൂ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ. 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ക്യൂബായി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കാണ് പിന്നെ ചേർത്തത്. ചൈനീസ് ഫുഡിൽ ആരാ കറിവേപ്പില ഇടുന്നതെന്ന് ചോദിച്ചിട്ട് ആരും വന്നേക്കരുത് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഒരുപാടൊന്നും കുക്ക് ആവണ്ട കേട്ടോ. അതുപോലെ മുട്ട ആഡ് ചെയ്യാം നമുക്ക്. ഇനി ഇതിലേക്ക് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച നൂഡിൽസ് ആഡ് ചെയ്യാം. നൂഡിൽസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. നൂഡിൽസിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങ് മാറിപ്പോവും. നിങ്ങൾ ചെയ്യുമ്പോൾ 2 ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ 2 സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാനിതിൽ ഇത്തിരി മല്ലിയില കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി നൂഡിൽസ് റെഡിയായി. എൻ്റെ മോൻ വന്നിട്ടുണ്ട്, അവന് കൊടുത്തിട്ട് എന്തിൻ്റെ അഭിപ്രായം ചോദിച്ചു നോക്കാം. അവൻ കഴിച്ചു നോക്കിയപ്പോൾ അവന് ഇഷ്ടമായി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ശരിക്കും ഇഷ്ടമായത് എനിക്ക്. പക്ഷെ കൊള്ളാം കേട്ടോ. ഞാൻ അച്ഛനും അമ്മയും ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. വെരി ഈസി, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.